ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് 888 പോർട്ടൽ അല്ലേ. വളരെയധികം ശക്തമായ എനർജി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ശക്തിയേറിയ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായി കിട്ടുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇത് നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയോ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് തന്നെ വിഷമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. വളരെയധികം സന്തോഷത്തോടുകൂടി, വളരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പഴയതിനെ എല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കും. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ചോയ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? അപ്പൊ ഇതൊക്കെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്കുള്ള നല്ല ദൈവാനുഗ്രഹമാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ അവസരങ്ങളെ ചൂസ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് കർമ്മ ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കർമ്മ ഫേസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം സംഭവിക്കുന്നതാണെന്നാണ് കാണുന്നത്. അപ്പോൾ 9 ഓഫ് സോഡിന്റെ എനർജിയിൽ നിങ്ങൾ ഇവിടെ കുറെ കാലം കൊണ്ടേ കർമ്മ, അതൊരു പാറ്റേൺ പോലെ വരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ നിങ്ങൾക്ക് കർമ്മ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. കാരണം കുറെ വിഷമം അനുഭവിക്കുന്ന ഉടനെ കുറച്ച് ദൈവത്തെ പഴി പറഞ്ഞു, മറ്റു പലരെയും പഴി പറഞ്ഞ്, അങ്ങനെ അവർ നിമിത്തമാണ് എനിക്കിത് സംഭവിച്ചത്, ഇവർ നിമിത്തമാണ്, ഇതെല്ലാം ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുൻപോട്ട് കടക്കുന്നു. ഉറക്കമില്ലാത്ത അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആഹാരം കഴിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. മറ്റുള്ളവരോട് ദേഷ്യമുണ്ടാവുക, ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് ഇത് കാണുന്നത്. നിങ്ങൾ എല്ലാവരുമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെ എനർജി ഒന്നല്ലല്ലോ. അപ്പോൾ ഇത് മറ്റ് ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് എനിക്ക് ഇത് വന്നു? മനസ്സിലായി? അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പാറ്റേൺ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, എന്താണ് ഇവിടെ നിന്നും അടുത്തതായിട്ട് ഒരു ലെസൺ പഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ നിന്നൊരു മാറ്റം ഉണ്ടായിട്ട് അടുത്ത ഒരു ലെസൺ, നല്ല ഒരു ലെസൺ നിങ്ങൾ പഠിക്കുന്നു, നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങുന്നു. സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റ് ആകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലാവും? ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റ് ആകുന്നത്. അതിനു വേണ്ടിയാണ്, സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇത്രമാത്രം കർമ്മ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം കുറെ മനസ്സിലാകുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങൾ റിയൽ ലൈഫിലേക്ക് നിങ്ങൾ വരുന്നത്. റിയാലിറ്റി എന്താണ്, സംഗതികളുടെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ മാത്രമാണ്. അതിനു മുൻപ് വരെയും നിങ്ങൾക്ക് യാതൊരു കാര്യത്തിൻ്റെയും റിയൽ ആയിട്ടുള്ളത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ വന്നിരിക്കുന്നത് സൺ ഓഫ് സോഡിന്റെ എനർജിയാണ്. വളരെയധികം ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാവും. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങളിവിടെ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സോഡ് ബുദ്ധിയുടെ സിമ്പലാണ്. അതുപോലെ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജിയാണ്. ഇവിടെയും വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ പോകുന്നു. അതുമല്ല എങ്കിൽ പുതിയതായിട്ട് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ട് മുന്നോട്ട് വരുന്ന എനർജി ഉണ്ട്. അത് എന്ത് വിഷയമാണ്? ചിലപ്പോൾ പഠിക്കുന്ന കാര്യമായിരിക്കാം. ഇവിടെ സണ്ണല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ പഠിക്കുന്ന കാര്യമായിരിക്കാം. കാരണം ഏതെങ്കിലും പുതിയൊരു കോഴ്സിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാവാം. അപ്പോൾ അത് എന്താണ് വരുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്നാണ് കാണുന്നത്. എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുതിയ വഴിയിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് പഴയ വേയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സ് അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് എന്താണ് നല്ലൊരു വഴിയിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് വരാതിരിക്കില്ല. കാരണം പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് അവിടെ അത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയും നിങ്ങൾ പുതിയ വേയിലേക്ക് കടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ എന്താണെന്ന് മനസ്സിലാകാതെ മനസ്സൊന്ന് കുഴങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നീട് നിങ്ങൾ അതിൻ്റെതായ വഴിയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് മുന്നോട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന കാര്യമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാവാം, അതുമല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതിനെ കുറിച്ചും ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് എന്താ വേണ്ടത് എന്നറിഞ്ഞുകൂടാതെ കുഴങ്ങുന്നത്. അപ്പോൾ അതിൽ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫാദർ ഓഫ് വാൻസിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾ സമൂഹത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. മനസ്സിലായി. മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെ, പക്ഷെ നിങ്ങൾക്ക് അതേ സമയത്ത് ഒന്നും അറിയാൻ പറ്റാതെ പോകുന്നു. നിങ്ങൾ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വിലയും നിലയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഒരു ഉയർച്ചയിലേക്ക് വരാനുള്ള എനർജി ആവാം. അതുമല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു നേതൃത്വ പാഠവും ലഭിക്കുന്നതാവാം, നിങ്ങൾക്കൊരു അതോറിറ്റി പവർ ലഭിക്കുന്നതാവാം. അതുമല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്കൊരു അതോറിറ്റി പവർ കൽപ്പിച്ചു തരുന്നതും ആവാം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കുള്ള വില എന്താണെന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായി. നിങ്ങൾ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നല്ല വാല്യൂ ഉള്ള ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല അപകടം പിടിച്ച ആൾക്കാർ കൂടെയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ അധികം ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾ കൂട്ടുത്തരവാദിത്ത ബോധത്തോടു കൂടി എന്തോ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്, എന്തോ ഒന്ന് തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂട്ടുചേർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സക്സസ് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ്, കാരണം ഇവിടെ അത് ഉറപ്പുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ വളരെയധികം ശക്തമായ രീതിയിലാണ് ഈ പെന്റക്കിളിനെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടുചേർന്ന് പോകുന്ന കാര്യം നിങ്ങൾക്കിവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി ലഭിക്കുകയും ചെയ്യും. നിങ്ങളത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ കൂടിയും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ചുറ്റിനും പല കാര്യങ്ങളുമുണ്ട്. എങ്കിൽ കൂടെയും നിങ്ങൾക്ക് വെളിച്ചം കണ്ട്, അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോയിട്ട് നിങ്ങൾക്കൊരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ല, പെൻഡക്കിൾ, ഫാദർ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമാന്യം നല്ല രീതിയിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുന്നതാവാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന, നിങ്ങൾ നോക്കിയിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അതുമല്ല എങ്കിൽ ഏതെങ്കിലും പുതിയ വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നതാവാം. ചിലപ്പോൾ ലോട്ടറിയൊക്കെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നതും ആവാം സാമ്പത്തികത്തിന്റെ. അപ്പൊ സമ്പത്തിൻ്റെതായ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആവുന്നു. അങ്ങനെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ജേതാവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടത് വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ചേഞ്ച് വരികയാണ്. നല്ലൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ പഴയതിനെയൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പഴയതിൽ നിന്ന് നിങ്ങൾ പുതുമയിലേക്ക് വരുന്ന എനർജിയാണ്. ഈ ഒരു പുതുമ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചിലർക്ക് വിദേശത്ത് ജോലി കിട്ടുന്ന എനർജി, അവിടെ നിന്നും ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ വളരെയധികം വിഷമിച്ചിരുന്ന കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത, എന്തായാലും അവിടെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് പഴയതിനെ അപേക്ഷിച്ച് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്ന എനർജിയും ഇവിടെയുണ്ട്. ഇവിടെ നിന്നും അഥവാ നാട്ടിൽ നിന്നും വിവാഹം കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് സന്തോഷപൂർവം ഉല്ലാസപൂർവ്വം ജീവിതം മുന്നോട്ട് നയിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വീടിന്റെ പണി, അതുപോലെ തന്നെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഒന്ന് എവിടെയെങ്കിലും അതിനുള്ള ഒരു ജോലിക്കാര്യം അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് തുടക്കം കുറിക്കുക. ഇനി അതുമല്ല എങ്കിൽ കിട്ടാതെ പോയതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുക. ജോലി ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന എനർജി. ഇങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും ഇവിടെ എൻഡ് ആവുന്നു, പുതിയൊരു സൈക്കിൾ നിങ്ങളിലേക്ക് സ്റ്റാർട്ട് ആവുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ഡെത്താണ് വന്നിരിക്കുന്നത്. വേണ്ടി ഇവിടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരും. ഇവിടെ എല്ലാം നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, ജോലിക്കാര്യം, വിവാഹകാര്യം, വീട് പണി, മറ്റ് ബിസിനസ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കാണ്. മനസ്സിലായി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിചാരിക്കുകയാണ് എന്തോ തുടങ്ങി വെച്ചതെല്ലാം ഒന്നും മുന്നോട്ടൊരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്ന നിലയിൽ അങ്ങനെ നിൽക്കുന്നു. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ഒരു പുരോഗമനമില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരുന്നില്ല. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കത് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടില്ലേ, നിങ്ങളിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ വരും. അതിന്റെ ഒരു തുടക്കം വരുന്നുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട്. ഒരു തുടക്കമാണ് ഇവിടെ. ഏസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങളിലേക്ക് പലർക്കും സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കിയിരിക്കുന്ന സാമ്പത്തികം ചിലപ്പോൾ ലഭിച്ചേക്കാം. അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ വന്നേക്കാം. അതുമല്ല എങ്കിൽ പല വിധത്തിലുമുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുണ്ടാവാം. അതുപോലെ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് കിട്ടുന്നതും ആവാം. ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. പുതിയ ജോലി, നഷ്ടപ്പെട്ടു പോയ ജോലി പുനരാരംഭിക്കാനുള്ള സാധ്യത. മനസ്സിലായി? വീണ്ടും ജോലി, വീണ്ടും ചിലപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ മറ്റ് ശമ്പളമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്ന എനർജിയും ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലും സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതായത് ആരിലൊക്കെ പുതിയതായിട്ട് റൊമാൻസ് തുടങ്ങുന്ന, റൊമാൻറ്റിക് ലൈഫിലേക്ക് കടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കം തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇതൊരു ദൈവികമായ എനർജിയാണെന്ന് കാണുന്നുണ്ട്. ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും ഇത് വിട്ടുപിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ നശിച്ചു പോകാനോ ഒന്നും സാധ്യതയില്ല. കാരണം പിണങ്ങിയാൽ തന്നെ വീണ്ടും വീണ്ടും കൂടിച്ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. കാരണം ഇത് വളരെയധികം ദൈവികമായ ഒരു എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആവാം, ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം. അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെതായ കാർഡാണ്. ഇനി അതുമല്ല എങ്കിൽ, റൊമാൻറ്റിക് ലൈഫ് അല്ല എങ്കിൽ തന്നെ നിങ്ങളിലേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും ആവാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഷെയറിംഗ് ആണ്. കണ്ടില്ലേ? ഷെയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ സുഖ ദുഃഖങ്ങളെല്ലാം നമ്മളുടെ അടുത്തുള്ളവരോട് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാരെ അറിഞ്ഞ് ആളും തരവും അറിഞ്ഞു പെരുമാറണം എന്നും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആളും തരവും അറിഞ്ഞു വേണം എന്തെങ്കിലും ഷെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഷെയർ ചെയ്യുക അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം മാനസികമായ സന്തോഷം ലഭിക്കും. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ കൂടെ വേണം നമ്മൾ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ആയാലും ഷെയർ ചെയ്യുന്നത്. മനസ്സിലായ കാര്യങ്ങൾ ഉറ്റ സുഹൃത്തുക്കളോട് നമ്മുടെ സുഖദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ആ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ആൾക്കാരോടാവണം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിട്ടിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ആണെങ്കിൽ അവരിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അവരിലേക്ക് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി ആൾക്കാർ വരുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇനി അതുമല്ല, നിങ്ങളിലുള്ള ദൈവികതയെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്ന എനർജിയും ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിലുള്ള ദൈവികതയെ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവർ അടുത്തു കൂടുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഡ്രീം കാണുകയാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നതുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തി വരണം എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരിക്കും അല്ലെ? അങ്ങനെ ഇവിടെ സ്വപ്നം കാണുന്ന അതേ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം തന്നെ ഇവിടെ സംഭവിച്ചേക്കാം. അതും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കണ്ടീഷനിങ് ആണ്. പല കാര്യങ്ങളിലും സ്റ്റക്കാണ് അവസ്ഥ. കണ്ടില്ലേ? ഇവിടെ ബന്ധനത്തിലാണ്. അപ്പോൾ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ കെട്ടുപാടുകളെയും അറുത്തുമാറ്റി മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ
നമുക്ക് ഇന്നത്തെ ദിവസം അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്താണ് എന്ന് നോക്കാം. സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ എക്സ്പീരിയൻസ് കണ്ടില്ലേ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. പുതിയൊരു ജോലിയിലേക്കാവാം, മനസ്സിലായോ? ഇവിടെ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലേക്കാവാം, അതുമല്ല എങ്കിൽ ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള തുടക്കമാവാം ഇവിടെ. അതുമല്ല ഏതെങ്കിലും സ്ഥലത്ത് യാത്രയ്ക്ക് പോകാനുള്ള എനർജി ആവാം, അതുപോലെ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാനുള്ള എനർജിയുമാകാം. എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾ പുതിയ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബാഗാണ്. സംതിങ് ഇമ്പോർട്ടൻ്റ് സച്ച് ആസ് ന്യൂ ജോബ് ഓർ പ്രൈസ്. കണ്ടില്ല, ഇവിടെ എത്രയും പ്രധാനപ്പെട്ട, ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ പുതിയ ജോലിയാവാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായി മറ്റേതെങ്കിലും ഒരു കാര്യവും ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതാണെന്നാണ് കാണുന്നത്. വളരെയധികം സന്തോഷത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ കാരിയേജാണ് വന്നിരിക്കുന്നത്. ജേർണി ഓർ ഫിസിക്കൽ ഓർ മെൻ്റൽ. കണ്ടില്ല, ശാരീരികമായിട്ട് മാനസികമായിട്ട് സന്തോഷത്തിനായിട്ടുള്ള ഒരു ജേർണി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളൊരു യാത്രയ്ക്ക് ഉള്ള സൗകര്യം, ഒരു യാത്രയ്ക്കുള്ള തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അല്ല എങ്കിൽ ഒരു യാത്ര നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ന്യൂസ് ഓഫ് ബർത്ത്, ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. കണ്ട് ഇവിടെ സ്റ്റോർക്കാണ് ബോട്ടം വന്നിരിക്കുന്നത്, അതിന് താഴെ വന്നിരിക്കുന്നത് കരിയറാണ്, പിന്നീട് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇവിടെ എല്ലാ ഈഗിൾ, ട്രയംഫ് ഓവർ ട്രബിൾസ്, അതുപോലെ ഒബ്സ്റ്റക്കിൾസ്. ഇവിടെ നിങ്ങൾക്ക് മറ്റു തടസ്സങ്ങളെയൊക്കെ, എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പുതിയ ജോലി സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കരിയർ, കണ്ടില്ല, നിങ്ങളിലേക്ക് ജോലി സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്, കണ്ടില്ല, ഇവിടെ സൺ കാർഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നല്ലതുപോലെ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ റീഡിംഗ്, ഇതൊക്കെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.